എറണാകുളം ജില്ലയിലൂടെ ഒരു ഡ്രൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ നമ്മുടെ കിഷോർ സാർ ആദ്യമായി ഡ്രൈവ് ചെയ്യുന്ന കാഴ്ചകളാണ്. അതായത് ആദ്യമായി ഞാൻ കിഷോർ സാറിന്റെ കൂടെ ഇരുന്ന് ഇത് കാണുന്ന കാഴ്ചയാണ്. തൊട്ട് പുറകിൽ പേടിച്ചിരിക്കുന്ന ചില ആളുകൾ. അപ്പോ നമ്മൾ പോകുന്നു. ഇതൊക്കെ വീഡിയോയില് വരും. അങ്കിളൊക്കെ വീഡിയോ കാണും. കുഴപ്പമില്ല. നമ്മൾ പോകുന്നു കടമക്കുടിയിലേക്ക്. ജപ്പാനീസ് റെസ്റ്റോറന്റായ സക്കൂറ കൊമുച്ചിയിലെ ഫുഡ് അടിയും കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് 2 ഓപ്ഷൻസ് വന്നത്. ഒന്ന് കുമ്പളങ്ങി, ഒന്ന് കടമക്കുടി. അങ്ങനെ നമ്മൾ കടമക്കുടി സെലക്ട് ചെയ്തിരിക്കുകയാണ്. കിഷോറിന് അത്യാവശ്യം ഹോൾഡുള്ള ഏരിയ ആണെന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം. ആ മുന്നിൽ പോകുന്ന സ്കൂട്ടറിൽ നമുക്ക് അറിയാവുന്ന 2 പേരുണ്ട് കേട്ടോ. കേറി പൊക്കോളാൻ പറയാണ് രവി മാതിരിയും. നേരല്ലേ? 2 കിലോമീറ്റർ നേരെ. എന്നിട്ട് ഇങ്ങനെ അത് തന്നെ അങ്ങോട്ടാ പോണ്ടേ. അതാണ് പ്രകൃതി രമണീയമായ സ്ഥലം. ചെറിയ കടമക്കുടി അങ്ങനെയല്ല, ചെറിയ കടമക്കുടി അവിടുത്തെ കുറച്ച് ആൾക്കാർ താമസിക്കണം. അതായത് ഈ കടമക്കുടിയിലേക്കുള്ള ഒരു പാലമാണ്. അതായത് ഒരു ദ്വീപാണ്, 2 ദ്വീപാണത്. ചെറിയ കടമക്കുടി ഒരു ദ്വീപ്, വലിയ കടമക്കുടി ഒരു ദ്വീപ്. ചെറിയ കടമക്കുടി പിഴല എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ദ്വീപ് സമൂഹമാണ് ചെറിയ കടമക്കുടി. കോതാട്, മറ്റേ എന്തെന്നായിരുന്നു, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ കുറച്ച് ചെറിയ തുരുത്ത് പോലത്തെ ദ്വീപുകളുണ്ട്. അതൊക്കെ ആൾതാമസമുള്ള സ്ഥലം കേട്ടോ. ആൾതാമസം ഇല്ലാത്ത സ്ഥലം. മീൻ പിടിക്കല്, മത്സ്യബന്ധനം. മീൻ പിടിക്കലെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവിടെയൊക്കെ ചീനവല വലയിട്ട് പിടിക്കലാണ്. കൊറേ കാലമായിട്ട് ട്രാവൽ വ്ളോഗ് എടുത്തിട്ട് ഒക്കെ ഫുഡ് വ്ളോഗാണ്. അതെ, ഇന്നിപ്പോ 2 നടന്നു. ഞാൻ വണ്ടി ഓടിച്ചു. അതെ, ഇന്ന് കിഷോറാണ് നമ്മുടെ സ്റ്റാർ. ഒമാനിൽ നിന്ന് വന്ന ഈ വ്ളോഗ് കാണണേ. ചേച്ചമ്മ വലിച്ച, അതായത് ശങ്കരേട്ടന്റെ അച്ഛനും അമ്മയും. അവരുടെയാണല്ലോ വണ്ടി. പിഴലല്ലേ? എല്ലാരും ഫസ്റ്റ് വരെ ഇങ്ങോട്ടാ. കാരണം ഇത് കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ജപ്പാൻ ഫുഡ് കഴിച്ചതിന്റെ ക്ഷീണത്തിലാണോ എന്നറിയില്ല, അതോ ഇന്നലത്തെ ഉറക്കം കുറവായതോന്റെ ക്ഷീണത്തിലാണോ അറിയില്ല. രേവന്ത് സാർ പെട്ടെന്ന് തന്നെ സൈഡായിട്ടുണ്ട്. ഇനി സായുജും ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ്. ദർശനോട് ഉറങ്ങിയ പോലെ അഭിനയിക്കാൻ പറഞ്ഞു, പക്ഷെ അവൾക്ക് അഭിനയിക്കാൻ വയ്യാന്ന്. ആഹാ, KSRTC ഈ റോഡ് നേരെ പോകുന്നത് ഗുരുവായൂരിലേക്കാണെന്നാണ് അറിഞ്ഞത്. നമ്മൾ ചേരാനല്ലൂരോ വരാപ്പുഴ എവിടെ വെച്ചിട്ട് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഗുരുവായൂർ നല്ല തിരക്കായിരിക്കും. കാരണം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസമാണ് ശ്രീകൃഷ്ണ ജയന്തി. പോകുന്ന ബസ്സുകളൊക്കെ ഫുള്ളാണ്. ഗൂഗിൾ മാപ്പ് ചതിച്ചില്ലെങ്കിൽ അങ്ങനെ ഏതാണ്ട് കടമക്കുടിയൊക്കെ എത്തി തുടങ്ങി. ഇവിടെ തന്നെ നമുക്ക് വെള്ളം ഒരുപാട് കാണാനുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശം എന്നാണല്ലോ കിഷോർ പറഞ്ഞത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ കിട്ടിയ അടിപൊളിയായനെ. നമുക്ക് ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് ആരോ എടുത്തൊരു ഡ്രോൺ വിഷ്വൽ നമുക്ക് അടിച്ചു മാറ്റിയിടാം. അവരൊന്ന് വിളിച്ചിട്ട് എത്തിയോ? ചെറായി പോയപ്പോ സൺസെറ്റ് കിട്ടി. ഇതിപ്പോ കടമക്കുടിയുടെ വീഡിയോ അല്ല, മെയിൻ ആയിട്ട് എന്റെ ഡ്രൈവിംഗ് വീഡിയോ ആണ് കേട്ടോ. അതെ അതെ. ഇതോടെ ശരിക്കും കാഴ്ചകൾ വന്നു തുടങ്ങി. ഇനിയിപ്പോ എന്റെ ഡ്രൈവിങ്ങിനൊരു വിരാമം. മുംബൈ ഇവിടെയൊക്കെ ഉള്ളതാണ്. എന്താണ് സീനാണ്. ഉമ്മ കിഷോറിന്റെ ആൾക്കാരാണ്. മച്ചാനെ രവിയണ്ണന്റെ ടീമിനോട് വൈകുന്നേരം വന്ന് ചില്ലടിച്ചിരിക്കുക. സ്പോർട്ടാണ്. ചിക്സ് ഒക്കെ ആയിട്ട് വരിക, ഇവിടെ ഇങ്ങനെ വെള്ളം നോക്കിയിരിക്കുക, സംസാരിക്കുക, പോവുക. നല്ല അടിപൊളി സ്ഥലമല്ലേ? അങ്ങനെ ഇങ്ങനെ 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 പോവാ. നമുക്ക് ആ വണ്ടി പോകണ വഴി ഏത് മൂലക്ക് വേണമെങ്കിൽ പോയിരിക്കുക. നല്ല രസമാണ്.
എവിടെ നിർത്തിയെന്ന് എങ്ങനെ അറിയാം? അവരെവിടെ എത്തിയോന്ന് എങ്ങനെ അറിയാം? അത് വിളിക്കാം. അവരാ എന്റിക്ക് പോയോ അത് ഇവിടെ ഉണ്ടോ? വിളിക്കാം. ഇവിടെ നിർത്തിയിട്ട് കുറച്ചു നേരം കാലൊക്കെ നനയ്ക്കാം. അതായത് അതിന്റെ ഒരു ഗുമ്മ്. പക്ഷെ അവരെ വിളിക്കാം. വണ്ടി ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ വണ്ടി ഒതുക്കി. കുറ്റം പറയരുതല്ലോ, കിഷോർ നന്നായിട്ട് തന്നെ ഓടിച്ചു. നമ്മുടെ ഇന്നത്തെ സാരഥി പൊളിച്ച്. അപ്പോൾ കിഷോറിൻ്റെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ സുധാകരൻ അങ്കിളിനും അനിതാൻ്റിക്കും ധൈര്യമായിട്ട് ഇനി വണ്ടി ഏൽപ്പിക്കാം. അവൻ ആള് പുലിയാണ്. ഈ ഡയലോഗ് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് കിഷോർ. ഉറക്കം തൂങ്ങിയിരുന്ന രേവന്ത് ഉറക്കം മാറ്റാനും പിന്നെ എങ്ങാനും ഫിഷ് മസാജ് കിട്ടിയാലോ എന്നും വിചാരിച്ച് വെള്ളത്തിൽ കാലിട്ടിട്ടിരിക്കുകയാണ്. ഞാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ചിലപ്പോൾ എങ്ങാനും ബിരിയാണി കിട്ടിയാലാ. കൂളിംഗ് ഗ്ലാസ് മുഖ്യം. കൂളിംഗ് ഗ്ലാസ് ഊരുന്ന ഒരു പ്രശ്നമേ ഇല്ല. രവി ആതിരയും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഹായ്, അത് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. ഇവിടും വ്ളോഗ് തുടങ്ങിയ അപ്കമിങ് വ്ളോഗർ ഫ്രം വയനാട്, മാനന്തവാടി, ഫ്രം ബത്തേരി. സൈജേ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും പറയൂ. അന്നെ എൻ്റെ പ്രേക്ഷകർക്കൊക്കെ അറിയാം. അന്നെ മറ്റേ വണ്ടി കയറ്റി വിട്ട ഞങ്ങളല്ലേ? വരുന്നു. അവിടെ എടുത്തിണ്ടാ, എന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നന്നായി ഓടിച്ചിട്ടോ. ഇപ്പൊ നമ്മളിപ്പോ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കടമക്കുടി, വലിയ കടമക്കുടി. അങ്ങനെ പ്രത്യേകം പറഞ്ഞു, കാരണം ചെറിയ കടമക്കുടിയും ഉണ്ട്. 14ഓളം ദ്വീപുകൾ ചേർന്നതാണ് ഈ ഒരു വലിയ കടമക്കുടി. ഇതിനകത്ത് തന്നെ 8-9 ചർച്ചുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു. അത്യാവശ്യം ചെറിയൊരു പോപ്പുലേഷനൊക്കെ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എറണാകുളം ജില്ലയിലെ ഒരു അണ്ടർ റേറ്റഡ് സ്പോട്ട് തന്നെയാണ്. അപ്പോൾ സൺസെറ്റും സൺറൈസും കാണാൻ ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. അപ്പം നമ്മളിന്ന് സൺസെറ്റ് കാണാനാണ് വന്നേക്കുന്നത്. ഒരു ചെറിയ ബസ് സ്റ്റോപ്പ്, 1/2 മണിക്കൂർ കൂടുമ്പോഴോ മറ്റോ വരുന്ന ബസ്സുകൾ, അതും കാത്തു നിൽക്കുന്ന ആളുകൾ. ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന നിലയിൽ നമുക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എസ്പെഷ്യലി എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ മറ്റോ ഒക്കെ വരുമ്പോൾ. നേരത്തെ പറഞ്ഞല്ലോ, ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം ശ്രീകൃഷ്ണ ജയന്തിയാണ്. പിന്നെ ഇവിടെ മന്നത്ത് പത്മനാഭൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാനുണ്ട്. അല്ലാണ്ട് ഇത് നമ്മളൊരു ടെമ്പിൾ വ്ളോഗ് ആക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ വൈകുന്നേരത്തെ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. കടമക്കുടിയിലെ കട്ടത്രക്കാവ് ഭഗവതി ക്ഷേത്രം. നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അല്ലേ. എന്താല്ലേ 6 7 അയ്യോ, ഈ കട്ട്ലറ്റ് ഈ കഫേയിൽ മാത്രമേ കിട്ടുള്ളൂ. ഷെഫ് ബൈ ദർശന. രവി എന്താ വല്ല കേസിൽ പിടിച്ച പ്രതികളൊക്കെ പോലെ. അങ്ങനെ ഓരോ ചായയും കട്ട്ലറ്റൊക്കെ കഴിച്ചപ്പോഴേക്കും ഏതാണ്ട് സൂര്യാസ്തമയത്തിന്റെ സമയത്തി തുടങ്ങി. അടിപൊളിയല്ലേ. ഇപ്പം നിങ്ങൾ കണ്ട സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഭാഗത്തിൻ്റെ കാഴ്ചയാണ്. എന്തൊരു വ്യത്യാസമല്ലേ. ഒരു ചേട്ടൻ പാട്ടൊക്കെ പാടി തോണി തൊഴിഞ്ഞു പോകുന്നുണ്ട്. പൊന്നു, അടിപൊളി അടിപൊളി. കുറച്ച് ഭയാനകമായ കാഴ്ചകളാണ്. ഈ ഭയാനം നിങ്ങൾക്കല്ല, എനിക്ക്. കാരണം ഇതിപ്പോൾ പൊട്ടും അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് താങ്ങും എന്നുള്ള ഒരു. നല്ല നല്ല പൂക്കൾ അഥവാ പുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്നു.
നമ്മള് കുറച്ച് വീഡിയോ ആണോ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങി, അതായത് ഇവിടെ ഇനി ഒന്നും കാണാനില്ല, സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ട് നോക്കൂ, അങ്ങ് ആലപ്പുഴയിൽ എത്തിയ ഫീലാണ്. അങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും നോക്കൂ. എന്ത് രസാന്നറിയോ, വാ അങ്ങോട്ട് നടക്കാം. ഭയങ്കര അല്ലേ, ഭയങ്കര അതെ അതെ അതെ. മണവാട്ടി ആര് മണവാട്ടി? അതന്നെ പറഞ്ഞു. അവിടുന്ന് നമ്മളിതൊന്നും കാണാണ്ട നേരെ കയറി പോയിണ്ടായിരുന്നെങ്കിൽ. ഈ ചേട്ടനാണ് നമുക്ക് പാട്ടൊക്കെ പാടുന്നത്. പാട്ട് വരും. സ്പീക്കർ ഇട്ടൊരു ഞങ്ങള് വണ്ടിയിൽ അങ്ങോട്ട് എത്തുമ്പോഴേക്കും അവിടെ എത്തിയാൽ അറിഞ്ഞൂടാ. വാവ്. കടമക്കുടി ഇരുട്ടിലേക്ക് പോയിരിക്കുകയാണ്. സോ പ്രതീക്ഷിക്കാതെ ലഭിച്ച നല്ല നല്ല കാഴ്ചകൾ, പ്രതീക്ഷിക്കാതെ എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടി. സോ നമ്മുടെ ചാനലിൽ കുറച്ച് വ്യത്യസ്തരമായിട്ടുള്ളൊരു വ്ളോഗ് ഈ ഒരു കടമക്കുടിയിലൂടെ കിട്ടി. അതിന് കിഷോർ സർ നമ്മളോടൊപ്പം കൂടെ വന്നു. സോ പിന്നെ അടിപൊളി, ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സൺസെറ്റൊക്കെ കണ്ടു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു, എന്താ പറയാ, നല്ല ഭയങ്കര അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലം മുമ്പ് വന്നിട്ടുണ്ട്. അതെ, നാടാണ്. സോ നമുക്ക് അത്രയൊക്കെ പറയാം. വെറുതെ ആളുകൾക്ക് നല്ല കാഴ്ചകൾ നമ്മൾ കൊടുത്തു. സോ ആ ഒരു സംതൃപ്തിയോടെ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ കടമക്കുടി വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം.